ഇതാണ് ചൈനയിലെ യാഗി എക്സ്പ്രസ് വേ, എന്നാൽ ഇതിന് ലേഡർ ടു ഹെവൻ എന്ന വിളിപ്പേർ കൂടിയുണ്ട്. മേഘങ്ങളിലൂടെ നേരിട്ട് പോകുന്ന ഒരു അത്ഭുതകരമായ റോഡായതിനാലാണ് ഇത്തരത്തിലൊരു വിളിപ്പേർ. ഈ 240 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈവേ സിച്ചുവാനിൽ നിന്ന് ടിബറ്റിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ പാതയാണ്. 270ലധികം പാലങ്ങളും 25ലധികം തുരങ്കങ്ങളും ഉൾപ്പെടുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഇത്. ഇതിലെ ഏറ്റവും അവിശ്വസനീയമായ കാഴ്ചയാണ് 5 നിലകളുള്ള പാലം. ഇത് വാഹനങ്ങൾ വായുവിൽ പൊങ്ങിക്കിടക്കുന്നതുപോലെ തോന്നിപ്പിക്കുന്ന അത്രയും ഉയരത്തിലാണ്. മഴ, മൂടൽമഞ്ഞ്, അപകടകരമായ വളവുകൾ എന്നിവയ്ക്ക് പേർക്കേട്ട ഈ ഹൈവേ അപകടകരമെങ്കിലും ആവേശകരമായ ഒരു യാത്ര വാഗ്ദാനം ചെയ്യും. 625 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ജൂൺ മാസത്തിൽ ചൈനയിൽ തുറക്കാൻ പോകുകയാണ്. ഹുവാജാങ് ഗ്രാൻഡ് കാന്യൻ ബ്രിഡ്ജ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാലം ഏകദേശം 2 മൈൽ നീളമുള്ളതാണ്. ബേ പാൻ നദിക്ക് മുകളിലൂടെ പോകുന്ന ഈ 22,000 ടൺ പാലം കാന്യൻ കടക്കാൻ 70 മിനിറ്റിൽ നിന്ന് വെറും മിനിറ്റുകളായി സമയം കുറയ്ക്കും. 22,000 മെട്രിക് ടൺ സ്റ്റീൽ ട്രസ്സുകൾ 2 മാസത്തിനുള്ളിൽ സ്ഥാപിച്ചു. $278 മില്യൺ ചെലവിൽ 2022 തുടങ്ങിയ ഈ പദ്ധതി ഈ വർഷം പൂർത്തിയാകും. മലയോര പ്രദേശത്തെ ഏറ്റവും വലിയ നീളമുള്ള പാലമായ ഇത് വളരെയധികം വിനോദസഞ്ചാരികളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ചൈനയിൽ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന് തുല്യമായ ഒരു ജലപദ്ധതി നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? യുനാൻ പ്രവിശ്യയിലെ ഏറ്റവും വലിയ ജലസംരക്ഷണ പദ്ധതിയാണ് ഡിയാൻ ജാങ് വാട്ടർ ഡൈവേഴ്സൺ പ്രോജക്ട്. ഏകദേശം 1,46,000 കോടി രൂപ ചെലവിൽ 20,000-ലധികം തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് ഇത് നിർമ്മിക്കുന്നത്. യുനാനിൽ നിരവധി വലിയ നദികളും തടാകങ്ങളുമുണ്ട്. അതിനാൽ തന്നെ പടിഞ്ഞാറൻ ഭാഗം ജലസമ്പന്നമാണ്. എന്നാൽ മധ്യ യുനാൻ പ്രദേശം പ്രധാനമായും വരണ്ടതാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ പടിഞ്ഞാറൻ യുനാനിൽ നിന്ന് മധ്യ യുനാനിലേക്ക് വെള്ളം എത്തിക്കാൻ ചൈന ഡിയാൻ ജാങ് വാട്ടർ ഡൈവേഴ്സൽ പദ്ധതി ആരംഭിച്ചു. 2015-ൽ തുടങ്ങിയ ഈ മെഗാ പദ്ധതി 2025ഓടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. 3 വലിയ കൂറ്റൻ ജല പൈപ്പുകൾ ഉപയോഗിക്കുന്ന ഈ പദ്ധതിയുടെ മൊത്തം നീളം 664 കിലോമീറ്ററാണ്. ഇത് വർഷത്തിൽ ഏകദേശം 1.41 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം മധ്യ യുനാനിലേക്ക് എത്തിക്കും. ഇത് 2 കോടിയോളം ആളുകൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യും. ചൈനയിൽ അവർ ഭൂമി സൂക്ഷിച്ചും കണ്ടേ ഉപയോഗിക്കൂ. അതിനാൽ തന്നെ ഇവർ ചെരിവ് കൂടുതൽ ഉള്ള മലകളിൽ പോലും കൃഷി ചെയ്യാറുണ്ട്. ഇതിനെ വെർട്ടിക്കൽ ഫാർമിംഗ് എന്ന് പറയുന്നു. ഇതിനായി കൃഷിക്കായുള്ള മലയോര പ്രദേശങ്ങളിൽ ബാഗുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുന്നു. ഇത് ഇങ്ങനെ വലിയ ഭിത്തി പോലെയാകുന്നു. ശേഷം ക്രെയിനിന്റെ സഹായത്തോടെ അതിന്റെ മുകളിൽ മണ്ണ് ഇടുന്നു. പിന്നീട് പടികൾ നിർമ്മിക്കുകയും ജലസേചനത്തിനായുള്ള കാര്യങ്ങൾ ഒക്കെ റെഡി ആക്കുന്നു. ശേഷം അതിൽ വിളകൾ നടുന്നു.